നമസ്കാരം പ്രിയമുള്ളവരെ. മെയ് 4-ാം തീയതി പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മലയാളികൾ ഒന്നാകെ. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് റിസൾട്ട്? അതിനിടയിൽ ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന, ഏറ്റവും ആകാംക്ഷയോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ട എന്ന് അറിയപ്പെട്ടിരുന്ന വേങ്ങര മണ്ഡലം. വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിൽ MLA ആയിരിക്കുന്ന മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ പാണക്കാട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഞാൻ വേങ്ങര മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്നും മലപ്പുറത്തേക്ക് മാറി മത്സരിക്കുകയാണ് എന്നും പറഞ്ഞ് പാണക്കാട് കുടുംബത്തിലും പ്രത്യേകിച്ച് സാദിഖലി തങ്ങൾക്ക് അടുത്തുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി അദ്ദേഹം മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറിയത് ചില കണക്ക് കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് പരമ്പരാഗതമായി മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയെന്ന് അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വന്നിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് വേങ്ങര മണ്ഡലം. ആ വേങ്ങര മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു പ്രതിസന്ധി UDFനെ സംബന്ധിച്ച് ഉയർന്ന് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സബാഹ് കുണ്ടുപുഴക്കൽ അവിടെ ഉയർത്തുന്ന വെല്ലുവിളി തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഏതാണ്ട് 12,000-ഓടടുത്ത വോട്ടുകൾ പിടിക്കുകയും തനിക്ക് ആ മണ്ഡലപരിധിയിൽ അത്യാവശ്യം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അനുഭവമുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു നേതാവാണ്. അങ്ങനെ അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് മുൻകൂട്ടി കണ്ട നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് തന്ത്രപരമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടത്. പിന്നീട് വേങ്ങര മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ KM ഷാജി കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് തോൽവി ഉറപ്പാക്കി അവിടെ നിന്ന് പുറത്തുപോയ ഒരാളാണ്. അഴീക്കോട് പോലുള്ള ഒരു മണ്ഡലത്തിൽ KM ഷാജിയുടെ പേര് പോലും പിന്നീട് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. വളരെ രൂക്ഷമായ ഭാഷയിൽ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും രാഷ്ട്രീയ മര്യാദയില്ലാതെ പെരുമാറുകയൊക്കെ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് KM ഷാജി. അങ്ങനെയുള്ള KM ഷാജി കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് താരതമ്യേന സുരക്ഷിതമെന്ന് തോന്നിയേക്കാവുന്ന ഒരു മണ്ഡലമാണ് വേങ്ങര മണ്ഡലം. ആ വേങ്ങര മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുകയും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുന്നത്. KM ഷാജിയെ സംബന്ധിച്ച് ഒരു വിയർപ്പൊഴുക്കാതെ വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്നായിരിക്കും അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് ഒരുപക്ഷെ കണക്ക് കൂട്ടിയിരുന്നത്. അവിടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ മണ്ഡലം വളരെ ടൈറ്റായിട്ടുള്ള മത്സരത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല KM ഷാജിക്കുള്ളതിനേക്കാൾ വലിയ സ്വീകാര്യത നാട്ടുകാരനായിട്ടുള്ള സബാഹിന് അവിടെ ഉണ്ടെന്നും അദ്ദേഹം വളരെ കാലങ്ങളായി അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ട് ഒരു വലിയ സ്വാധീനം ആ മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് KM ഷാജി പിന്നീടാണ് അറിയുന്നത്. ഒരുപക്ഷെ KM ഷാജി പോലും അമ്പരന്നിട്ടുണ്ടാവും. കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ വളരെ തന്ത്രമുള്ള, ചാണക്യതന്ത്രമുള്ള കേരള രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിൻ്റെ തലതൊട്ടപ്പനായ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി ബലി കൊടുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഒരു വേളയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ് വേങ്ങര മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന KM ഷാജിക്ക് പോലും ഒരുപക്ഷെ വിജയം ഉറപ്പാണെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വേങ്ങര മണ്ഡലത്തിലുള്ളത്. ഒരുപക്ഷെ 10,000 വോട്ടിൻ്റെ താഴെ കഷ്ടിച്ചു രക്ഷപ്പെട്ടാലായി, അല്ലെങ്കിൽ ഒരുപക്ഷെ തോൽവിയും സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണ് വേങ്ങര മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്വാധീന ശക്തിയാണ് സമസ്ത EK വിഭാഗം. ഈ EK വിഭാഗം സമസ്തയിലെ നേതാക്കന്മാരെ പച്ചക്ക് തെറി പറയുകയും തൻ്റെ ആ ഒരു ശാരീരിക ഭാഷയിൽ, വളരെ നികൃഷ്ടമായ ഭാഷയിൽ വേദികളിൽ കയറി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് KM ഷാജിയുടെ സ്ഥിരം ശൈലിയാണ്. സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു നേതാവാണ് സലാം ബാക്കവി എന്ന് പറയുന്ന കുന്നംകുളത്തുകാരനായിട്ടുള്ള ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ പോലും വെറുതെ വിട്ടില്ല KM ഷാജി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ പോലും എടുത്തിട്ട് അലക്കി വളരെ നികൃഷ്ടമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് കണ്ടത്. മാത്രമല്ല സമസ്തയോടും സമസ്ത ഉൾക്കൊള്ളുന്ന ആശയധാരയോടും അകലം പാലിക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തെ കൂടുതൽ അടുപ്പിക്കുകയും അടുത്ത് കാണുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള നേതാവാണ് KM ഷാജി. അതുകൊണ്ട് തന്നെ സമസ്തയിലെ AP EK വിഭാഗങ്ങൾക്ക് കൃത്യമായ സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് താനും.
അതുകൊണ്ട് തന്നെ കെ എം ഷാജി പല ഘട്ടങ്ങളിലും കാന്തപുരം വിഭാഗം സുന്നികളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇ കെ വിഭാഗം സുന്നികളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ വോട്ടായി പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നാൽ പലപ്പോഴും ആലോചിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല വേങ്ങര മണ്ഡലത്തിലെ അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് അവിടുത്തെ ജനവിധി വരാനിരിക്കുന്നത്. കെ എം ഷാജി ഒരു പക്ഷേ തോൽവി സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്ന ഒരു അപകടം മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ പലപ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നത് അത്ര സേഫ് അല്ല വേങ്ങര മണ്ഡലം എന്ന് തന്നെയാണ്.